Good morning, dear students. Welcome to Social Science class. Now, in this year, you are in 7th standard. In the 5th and 6th standard, you have learned a lot of things from your social science classes. Okay, this is our first class in this year. Let's, without any formalities, we are going to start our social science textbook. The first chapter named Europe in Transition. Europe in Transition. What's Europe in Transition? From the heading, what do you understand? അല്ലേ, എന്താണ് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ? യൂറോപ്പ് പരിവർത്തന പാതയിൽ, യൂറോപ്പിലൊരു പരിവർത്തനം ഉണ്ടാകുന്നു. ആ പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക വ്യത്യാസങ്ങൾ, ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് we are going to discuss. യൂറോപ്പ് in transition. The Europe is one of the continents, അല്ലേ, from the 7. That is, നമുക്കറിയാം അല്ലേ, വൻകരകളൊക്കെ നിങ്ങൾക്കറിയാം. കോണ്ടിനെൻസ് ഒക്കെ നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോണ്ടിനെൻസ് ഏതൊക്കെയാണ്? കോണ്ടിനെൻസ് ഏതാണ്? നമ്മുടെ കോണ്ടിനെൻസ്, ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്ന കോണ്ടിനെൻ്റ് ഏതാണ്? യെസ്, തന്നെ ഏതാണ്? ഏഷ്യ അല്ലേ, ഏഷ്യൻ കോണ്ടിനെൻ്റ് ഏഷ്യ. യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക അല്ലേ, ഓസ്ട്രേലിയ, ദെൻ അന്റാർട്ടിക്ക, വൺ മോർ, ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക അല്ലേ, നേരത്തെ വിട്ടുപോയത് ആഫ്രിക്ക, അന്റാർട്ടിക്ക. ഇങ്ങനെ 7 കോണ്ടിനെൻസ് അല്ലേ, ഭൂഗോളത്തിലെ 7 കോണ്ടിനെൻസ്, 7 കോണ്ടിനെൻസ് അല്ലേ. They are once again Europe, Asia, our continent, Asia. India is situated in Asian continent, and North America, South America, then Africa, Australia, then Antarctica. ഇങ്ങനെ 7 വൻകരകൾ. ഈ വൻകരകൾക്കിടയിലുള്ള സമുദ്രങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഇനിയും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീണ്ടും നിങ്ങൾ പഠിക്കും. നൗ യൂറോപ്യൻ ട്രാൻസിഷൻ. ഈ വൻകരകളുടെ കൂട്ടത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടിനെൻ്റ് ഈസ് യൂറോപ്പ്. യൂറോപ്പിലുണ്ടാകുന്ന ചില പരിവർത്തനങ്ങൾ, ചില മാറ്റങ്ങൾ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് വെരി ഫസ്റ്റ് ഓഫ് ദിസ് ചാപ്റ്റർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദിസ് എ പിക്ചർ. There is a picture അല്ലേ. എന്താണ് ആ പിക്ചർ പറയുന്നത്? എന്താണ് ആ പിക്ചർ? എന്തിൻ്റെ പിക്ചറാണ്? ഇറ്റ്സ് ആൻ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്. ഇറ്റ്സ് ആൻ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ് അല്ലേ. ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു നിർമ്മിതിയാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ഐ നെയ്മഡ് വാട്ട്സ് ഹഗിയ സോഫിയ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ടർക്കി അല്ലേ. തുർക്കിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമാണ് ഈ പറയുന്ന ഹഗിയ സോഫിയ. എന്താണ്? എ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഹഗിയ സോഫിയ. ദിസ് ഈസ് ഹഗിയ സോഫിയ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോണ്യുമെൻറ്റ്സ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഇൻ ദി വേൾഡ്. ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഈസ് Hagia Sophia, and it was built in the 6th century AD. അല്ലേ, it was built in the 6th century AD. 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് ഈ പറയുന്ന ഹഗിയ സോഫിയ. നൗ ഇറ്റ് ഈസ് പ്രിസേർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ടർക്കി. തുർക്കിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററി മ്യൂസിയമാണ് ഇപ്പോൾ ഈ പറയുന്ന ഹഗിയ സോഫിയ. ഇറ്റ് ഈസ് ദി epitome of the architectural splendors of Constantinople.
എന്താ കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ദി ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ. നൗ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ആസ് വാട്ട്? ഇസ്താംബൂൾ. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഇസ്താംബൂൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ അറിയപ്പെടുന്നത്. ആൻഡ് അബൌട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ വിച്ച് വാസ് എ സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണിമെൻറ്റ്സ് അല്ലേ? ചരിത്ര പ്രാധാന്യമുള്ള മോണിമെൻറ്റ്സുകളെ കൊണ്ട് സമ്പുഷ്ടമായ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദി വേൾഡ് is Istanbul. So present Istanbul, the former Constantinople. Do you know the importance of Constantinople in the history of the world? അല്ലേ? ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രസക്തി ലോകചരിത്രത്തിൽ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാമെന്നാ ചോദിച്ചത് അല്ലേ? നമുക്ക് നോക്കാം. ആൻഡ് ഹിയർ ഈസ് ദി picture of the is the map of Europe, part of Europe and Asia. അത് കൊടുത്തിട്ടുണ്ട് അല്ലേ? യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ചില ഭാഗങ്ങൾ ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശം അതിൽ മാർക്ക് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എന്താണത്? അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത? അതിൽ നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആ മാപ്പിൽ നോക്കുമ്പോൾ അല്ലേ? ഏഷ്യ, യൂറോപ്പ്, അപ്പുറത്തും ഏഷ്യയും യൂറോപ്പും. ഈ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു ചെറിയ പ്രദേശമാണ് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ? ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദി മാപ്പ് അല്ലേ? നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇസ്താംബൂൾ അല്ലേ? ഒരു ചെറിയ പ്രദേശം. ആൻഡ് which was the ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? ദിസ് കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ദി capital city of the Eastern Roman Empire and which was a unique place in the history of the world. ലോക ചരിത്രത്തിലെ വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. ആൻഡ് വാട്ട് വാസ് ദി ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോൺസ്റ്റാന്റിനോപ്പിൾ ഓർ ദി പ്രസന്റ് ഇസ്താംബൂൾ അല്ലേ? അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് ജോഗ്രാഫിക്കലി അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭൂമിശാസ്ത്രപരമായി അതിന് ചില പ്രത്യേകതകളുണ്ട്. മാത്രമല്ല സാംസ്കാരികമായിട്ടും ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് വളരെയധികം പ്രത്യേകതകൾ. അങ്ങനെ പ്രത്യേകതകളൊക്കെ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ചില തന്ത്രപ്രധാനമായ ഏരിയകളാണ് ഈ ക്യാപിറ്റൽ സിറ്റിയൊക്കെ ആയിട്ട് മാറുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും. അപ്പം ഈസ്റ്റേൺ റോമൻ എംപയർ നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കും. റോമൻ എംപയർ എന്നൊരു വലിയ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, റോമൻ എംപയർ. ആ റോമൻ എംപയർ പ്രധാനപ്പെട്ട ഒരു എംപറർ എന്ത് ചെയ്തു? ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഹി ഡിവൈഡഡ് ദി റോമൻ എംപയർ ഇൻടു 2, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ അല്ലേ? ഈസ്റ്റേൺ റോമൻ എംപയറുമായും വെസ്റ്റേൺ റോമൻ എംപയറും അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി എന്ത് ചെയ്തു? 2ആയി വിഭജിച്ചു. ആ 2ആയി വിഭജിച്ച കൂട്ടത്തിൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റി. അതിനൊരുപാട് വാട്ട് were the features of Constantinople? Here is this Constantinople was the center of knowledge, one of the most important feature of Constantinople. എന്താണ് സെൻറ്റർ ഓഫ് നോളജ്? എന്താണ്? ഒരു അറിവിൻ്റെ ഒരു കേന്ദ്രം, എന്താ പറയുക, ഒരു പ്രദേശം, ഒരു സെൻറ്റർ ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ധാരാളം സ്കോളേഴ്സ്, ധാരാളം സ്ഥാപനങ്ങൾ, ധാരാളം വിവരത്തിൻ്റെ എന്താ പറയുക, ഒരു സെൻറ്റർ ആയിരുന്നു ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കാം
അതാ ഈ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഒരു ക്യാപിറ്റലായി ഈ കോൺസ്റ്റാന്റിനോപ്പിൾ മാറിയത് അല്ലേ. സെൻറ്റർ ഓഫ് നോളജ് ആൻഡ് അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോ ഓഫ് സ്കോളർലി ടെക്സ്റ്റ് അല്ലേ. സ്വാഭാവികമായിട്ടും ഒരു സെൻറ്റർ ഓഫ് നോളജ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാകും, നമ്പർ ഓഫ് സ്കോളേഴ്സ് ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്ന ധാരാളം പണ്ഡിതന്മാരുടെ ഒരു പ്രദേശമായിരുന്നു ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. മാത്രമല്ല അങ്ങനെ സ്വാഭാവികമായിട്ടും നാച്ചുറലി ഈ പണ്ഡിതന്മാരുണ്ടാകുമ്പോൾ സ്കോളർലി ടെക്സ്റ്റുകൾ ഉണ്ടാവും അല്ലേ. ധാരാളം പുസ്തകങ്ങളുടെ ഒരു കലവറയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. എന്തായിരുന്നു? ദി വൺ ഈസ് സെൻറ്റർ ഓഫ് നോളജ്, ദെൻ നെക്സ്റ്റ് അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ് അല്ലേ. ധാരാളം പുസ്തകങ്ങളുടെയും അതുപോലെ പണ്ഡിതന്മാരുടെയും ഒരു പ്രദേശം, ഒരു കേന്ദ്രം, സെൻറ്റർ ഓഫ് നോളജ്. ആൻഡ് ഓൾസോ and one of the geographical feature of this Constantinople was now also Constantinople is the gateway from Asia to Europe. It is the gateway from Asia to യൂറോപ്പ്. നമ്മൾ പിന്നെ ഗിവൺ മാപ്പിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. രണ്ട് വൻകരകളുടെയും ഇടയിലുള്ള ഒരു ചെറിയ പ്രദേശം എന്ന് വെച്ചാൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രവേശിക്കാനുള്ള വൺ ഓഫ് ദി ഗേറ്റ് വേ, അതാണ് ഈ പറയുന്ന ഏത് കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ നോക്കുമ്പോൾ ജോഗ്രാഫിക്കൽ ഫീച്ചറുണ്ട്. ഈ അതിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രപരമായ ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ആ കിടപ്പ് അല്ലേ എന്താണ്, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാതയാണ്, ഒരു മാർഗമാണ്, ഒരു വേ ആണ്, ഒരു ഗേറ്റ് വേ ആണ് അല്ലേ ഏത് കോൺസ്റ്റാന്റിനും. അങ്ങനെ നോക്കുമ്പോൾ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ. അന്നത്തെ കാലത്ത് ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഒരു അറിവിൻ്റെ കലവറയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ അറിവിൻ്റെ കലവറയാകുമ്പോൾ അവിടെ നമ്പർ ഓഫ് സ്കോളേഴ്സ് ഉണ്ടാവും, നമ്പർ ഓഫ് സ്കോളർലി ടെക്സ്റ്റുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെയൊക്കെയുള്ളൊരു പ്രദേശം. മാത്രമല്ല ഈ യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന ഒരു പ്രദേശം. മാത്രമല്ല ഈ വേർതിരിക്കുക മീൻസ് ഈ പറയുന്ന ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ വരാനുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടും ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഈ സമയത്ത് ഇങ്ങനെയായിരുന്നു. ഏത് സമയത്ത്? ഈ പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ആയിരുന്ന കാലത്ത് ഏത് കോൺസ്റ്റാന്റിനോപ്പിൾ ഇങ്ങനെ വളരെ പിന്നെ സ്കോളേഴ്സിനെ കൊണ്ട് നിറഞ്ഞ സ്കോളർലി ടെക്സ്റ്റുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു അറിവിൻ്റെ ലോകം, സെൻറ്റർ ഓഫ് നോളജ് വാസ് ദിസ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇത് ഇൻ ദി ഇയർ 1453 ടർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ. ടർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദി ഇയർ 1450. This was one of the reason for the decline of Eastern Roman Empire. ഒരുപാട് കാരണങ്ങളെ കൂട്ടത്തിൽ വൺ ഓഫ് ദി റീസൺ, ഒരു കാരണമായിരുന്നു എന്ത്, ഈസ്റ്റേൺ റോമൻ എംപയർ നാമാവശേഷമാകാൻ, ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു റീസണാണ് എന്ത്, ടർക്സ് കോൺകേർഡ് ദി കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ. ഒരു എംപയറിൻ്റെ തലസ്ഥാനം ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ എന്തായി മാറും, ആ ഒരു എംപയർ നശിച്ചു പോകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ 1453 ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്തു, തുർക്കികൾ കോൺകർ ചെയ്തു. തുർക്കികൾ പിടിച്ചടക്കി, ആക്രമിച്ച് കീഴടക്കി. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് എന്തായി മാറി, ദിസ് ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് declined and കോൺസിക്വൻ്റ്ലി എന്ത് സംഭവിക്കും, അതിൻ്റെ റിസൾട്ടുകളായിട്ട് സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിൽ ധാരാളം സ്കോളേഴ്സ്, അവിടെ ടെക്സ്റ്റുകൾ, അവിടെ ഒരു കേന്ദ്രം, ആ കേന്ദ്രം വേറൊരു ശക്തിയാൽ പിടിച്ചടക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെയുള്ള ഈ പറയുന്ന സ്കോളേഴ്സും ഒക്കെ അവിടുന്ന് പതുക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് ഫ്ലഡ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു നിയർ ബൈ ഏരിയാസ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ് ആഫ്റ്റർ ദി കോൺകറിംഗ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്. And many of the scholars, many of the
artists, many of the writers, they fled to Italy, one of the another European country, like Italy, fled to or migrated to Italy. എന്താ സംഭവിച്ചത്? ഈ 1453 ഈ പ്രദേശം, നമ്മൾ ആ ചിത്രത്തിൽ കണ്ട ആ പ്രദേശം, ഏത് പ്രദേശം? അതൊരു തന്ത്രപ്രധാനമായിട്ടുള്ള ഈ രണ്ട് വൻകരകൾക്ക് ഇടയിൽ കാണുന്ന ഈ ഒരു പ്രദേശം എന്തായി മാറി? തുർക്കികൾ പിടിച്ചടക്കി. എന്തായിരുന്നു ആ കോൺസ്റ്റാന്റിനോപ്പിൾ? അതുവരെ കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു. ഇതിൻ്റെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനമായിരുന്നു. വളരെ സമ്പുഷ്ടമായ, അറിവ് കൊണ്ട് സമ്പുഷ്ടമായ ഒരു പ്രദേശം. പിന്നെ മാത്രമല്ല, ജോഗ്രാഫിക്കലിയും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശം. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലുള്ള, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയി ഉണ്ടായിരുന്ന ഈ പ്രദേശം എന്തായി? തുർക്കികൾ എന്ത് ചെയ്തു? അത് കോൺകർ ചെയ്തു, അത് പിടിച്ചടക്കി. അതോടുകൂടി എന്ത് സംഭവിച്ചു? അതിൻ്റെ ഭാഗമായിട്ട് ആ ഈസ്റ്റേൺ റോമൻ എംപയർ പതുക്കെ എന്തായി? നാമാവശേഷമായി ഡിക്ലൈൻ ചെയ്തു, നശിച്ചുപോയി. അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്തു? അങ്ങനെ അടുത്തടുത്ത പ്രദേശങ്ങളിലേക്ക് കൂട്ടമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കുടിയേറാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചപ്പോൾ അതിൽ തന്നെ ഒരു വലിയ നമ്പർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്തത് എങ്ങോട്ടായിരുന്നു? ഇറ്റലിയിലേക്കായിരുന്നു. അതിൻ്റെ പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. ഇറ്റലിയിലേക്ക് വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? അല്ലെങ്കിൽ വാട്ട് ആർ ദി റീസൺ ബിഹൈൻഡ് ദി നമ്പർ ഓഫ് സ്കോളേഴ്സ് മൈഗ്രേറ്റഡ് ടു ഇറ്റലി? ഇറ്റലിയിലേക്ക് ഇങ്ങനെ ഒരുപാട് സ്കോളേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ എന്തായിരിക്കും കാരണം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്? അത് തകർന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. തുർക്കികൾ പിടിച്ചടക്കി 1453 അങ്ങനെ വന്നപ്പോൾ ഈ സ്കോളേഴ്സ് മൈഗ്രേറ്റ് ചെയ്തു തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ. സ്കോളേഴ്സ് മാത്രമല്ല, അവിടെയുള്ള മിക്കവാറും ഇങ്ങനെയുള്ള ഈ അറിവ് കൊണ്ട് സമ്പുഷ്ടമായ സമ്പന്നമായ ഈ പ്രദേശത്തും സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിലൊരു വിഭാഗം ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇറ്റലിയിലേക്ക്? ആ കാലഘട്ടത്തെ വളരെ പ്രസിദ്ധമായ ഒരു പ്രദേശമായിരുന്നു ഇറ്റലി. എന്തുകൊണ്ട്? ദീസ് ആർ ദി റീസൺസ് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് നമ്പർ ഓഫ്, അല്ലെങ്കിൽ ഹ്യൂജ് നമ്പർ ഓഫ് സ്കോളേഴ്സ് മൈഗ്രേറ്റഡ് ടു ഇറ്റലി. ദീസ് ആർ ദി റീസൺസ്. വൺ ഈസ് ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദി റിച്ച് ഗ്രീക്കോ-റോമൻ ട്രഡീഷൻ. ഇറ്റ് വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദി റിച്ച് ഗ്രീക്കോ-റോമൻ ട്രഡീഷൻ, അല്ലേ? ഗ്രീക്കോ-റോമൻ പാരമ്പര്യത്തെ വല്ലാതെ ഉയർത്തിപ്പിടിച്ച വൺ ഓഫ് ദി കൺട്രി വാസ് ഇറ്റലി, അല്ലേ? ഈ ഒരു പാരമ്പര്യം, ഈ ഗ്രീക്കോ-റോമൻ പാരമ്പര്യത്തെ അപ്ഹെൽഡ് ചെയ്ത ഒരു രാജ്യമായിരുന്നു ഈ പറയുന്ന ഇറ്റലി. അപ്പോൾ അതുകൊണ്ട് ഏത് ചെയ്യുന്നു? ഈ scholars migrated to Italy. Then another reason, the rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലുള്ള സമ്പന്നമായ ഈ ട്രേഡേഴ്സ്, ഇറ്റലിയിലുള്ള സമ്പന്നമായ കച്ചവടക്കാർ ഈ പറയുന്ന കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ വളരെയധികം സ്നേഹിക്കുകയും അതിനെ സഹായിക്കുകയും അതിൻ്റെ ഒരു ആരാധകരും കൂടി ആയിരുന്നു ഈ പറയുന്ന ഇറ്റലിയിലെ ട്രേഡേഴ്സ്, റിച്ച് ട്രേഡേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ ഈ പറയുന്ന സ്കോളേഴ്സിനെയൊക്കെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ട്രേഡേഴ്സ് ആയിരുന്നു ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. Then another reason was these traders were keen to preserve the historical and cultural heritage. അല്ലേ? അവിടെയുള്ള ഈ റിച്ച് ട്രേഡേഴ്സ് promoted the historical and cultural heritage. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ റീസൺസിനെ കൊണ്ടാണ് ഈ പറയുന്ന സ്കോളേഴ്സ്, റൈറ്റേഴ്സ് മൈഗ്രേറ്റഡ് ടു
Italy. These were the reasons. What were the reasons? The reasons are Italy was a country that upheld the rich Greco-Roman tradition, and the rich Italian traders were the patrons of art, literature, and culture. And another one is traders. The rich traders were keen to preserve the historical and cultural monuments, cultural heritage. Because of these reasons, the scholars, writers, etc. were migrated to Italy from Constantinople. After conquering Constantinople by Turks in the year 1453. 1453 ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന വളരെ തന്ത്രപ്രധാനമായ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഈ ക്യാപിറ്റൽ സിറ്റി ഈ തുർക്കികൾ പിടിച്ചടക്കുന്നതോടു കൂടിയാണ് അവിടെയുള്ള സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്കോളേഴ്സ് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത് ഇറ്റലിയിലേക്കായിരുന്നു. എന്തായിരുന്നു? അവിടെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ആർക്ക്? ഈ സ്കോളേഴ്സിന് ചിന്തിക്കാനും എഴുതാനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇറ്റലിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ റീസൺസിനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സ്കോളേഴ്സൊക്കെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. and hence the Italian cities further thinking and encouraged the spirit of learning among the immigrant scholars. By the end of the 13th century, the Renaissance which began in Italy flourished and spread to other nations. And because of the migration of the scholars, എന്തായി? ഇങ്ങനെ ധാരാളം സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഇറ്റലിയിൽ എത്തിയതോടുകൂടി അവരുടെ ആ വാസനകളെ അല്ലെങ്കിൽ അവരുടെ ആ കലകളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ ആ ഇറ്റലിയിൽ നിന്ന് പരിപോഷിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തായി? അവിടെ വലിയ മാറ്റം ഇറ്റലിയിൽ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ അവിടെ വലിയ പരിവർത്തനം ഉണ്ടാകുന്നു. ഇറ്റലിയിൽ ഒരു നവോത്ഥാനം ഉണ്ടാകുന്നു, റിനൈസൻസ് ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ എല്ലാ മേഖലകളിലും ഈ പറയുന്ന സ്കോളേഴ്സിൻ്റെ ഇടപെടൽ കാരണം ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. ആ പരിവർത്തനം റിനൈസൻസ് എന്നറിയപ്പെടുന്നു. റിനൈസൻസ്, നവോത്ഥാനം. ആ റിനൈസൻസ് ദെൻ ഗ്രാജുവലി എന്ത് ചെയ്തു? ദിസ് റിനൈസൻസ് എന്ത് ചെയ്തു? അത് സ്പ്രെഡ് ടു ദി അതർ കൺട്രീസ്, അതർ നേഷൻസ്. അങ്ങനെ ഒരു വലിയ മാറ്റം ലോകത്ത് തന്നെ ഉണ്ടാകുന്നു. Okay, clear? Let's conclude today's class. Okay, thank you.